ഹായ് വെൽക്കം ബാക്ക്. പൂരം പ്രമാണിച്ച് ഭയങ്കര തിരക്കിലാണ്. കണ്ടമാനം തുണികൾ അടിച്ചു ചലക്കി ഉണക്കിയതൊക്കെ കൊണ്ടുവന്നു. 2 ദിവസം പൂരം 21 ദിവസം പൂരമാണേ. അപ്പോൾ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ പൂരപ്പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ തുണി അലക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഞങ്ങൾ മടക്കണം. പിന്നെ അകത്ത് കുറേ ദിവസത്തെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് കുറേ ആയി പൊടി പിടിച്ചതൊക്കെ. അതൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബിസി ഡേ. പൂരത്തിന് അത് വാങ്ങിച്ച കളിപ്പാട്ടങ്ങളൊക്കെയാണ്. അമ്മേ കുറേ ഉണ്ട് ആക്രി സാധനങ്ങൾ. ഈ സാധനങ്ങളൊക്കെ കളയുന്നതിൽ ഏറ്റവും മനോവിഷമം അനുഭവിക്കുന്ന ആളാണ്. ഈ വക സാധനങ്ങളെല്ലാം അതിൽ കൂട്ടി വെച്ചിക്കാണ്. അപ്പോൾ അവർ അങ്ങോട്ട് പോകുമ്പോൾ ഗ്യാപ്പിലൊക്കെ പെറുക്കി സഞ്ചിയും കവർന്നൊക്കെ വീണ്ടും അകത്തന്നെ കൊണ്ടുപോയി വെക്കാനുള്ള പരിപാടിയിലാണ്. ആ ഒരു അടുക്കളയുടെ കോലം കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഓരോ ദിവസം കൂടുന്നവർ ഇങ്ങനെ എടുത്ത് വെച്ച് കുറേ ആയി. ഒക്കെപ്പാടെ പുറത്ത് വലിച്ചിട്ടതല്ലേ നേരത്തെ കാണിച്ചത്. ഇനി ഇതൊക്കെ വൃത്തിയാക്കുക. പൈപ്പിൽ വെള്ളം വന്ന സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ വൃത്തിയാക്കുന്ന പണിയിലേക്ക് പോകാൻ പോകുന്നത്. പിന്നെ എന്താ കറിന്ന് കണ്ടേ. ഇന്ന് പണിയൊക്കെ എടുക്കാനുള്ള തീരുമാനമായ കാരണം രാവിലെ ഞാൻ കറി വെച്ചു. ഇന്ന് കറി ഉണക്കലിട്ടിട്ട് കറി വെച്ചതാട്ടോ. ഉണക്കൽ എന്താ പറയുക, മുള്ളനും എന്താ പറയുക, അതാണ് കറിയുടെ സെറ്റ് കേട്ടോ. ഉണക്കമുള്ളനും മാങ്ങയും ഞാനതിൽ വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. 2-3 മുള്ളൻ കഷ്ണം ഇട്ടുള്ളൂ. കാരണം അതിൻ്റെ മുള്ള അധികം ഇങ്ങനെ കറിയിലായാലേ എനിക്ക് ടേസ്റ്റ് പിന്നെ മുള്ളു കൊണ്ടാലോ വെച്ച് പേടിച്ചിട്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ. 3-4 മുള്ളന് ഒരു ഉണക്കമിൻ്റെ മണത്തിന് മാത്രം. പിന്നെ ഞാൻ മാങ്ങയും പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ച് വെച്ചതാട്ടോ കറി. പിന്നെ ഞാൻ മാന്തൾ അത് കുറച്ച് മോന് കൊടുത്തിട്ട് ബാക്കി മാന്തളും ഉണക്കലും മുള്ളനും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഫുഡിൻ്റെ പരിപാടികൾ. ഇന്ന് കുറച്ചേരം ഇവിടെ ഇരിക്കും. ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കട്ടെ. കുറേ പണിയുണ്ട്. വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും കുറച്ചേരം ഇത് ഓണാക്കി വെക്കട്ടെ. അവിടെ ഒന്ന് സെറ്റാക്കട്ടെ. അയ്യോ ഇവിടെ തുടയ്ക്കാണ്ട് കേട്ടോ. ആദ്യം തുടക്കിട്ടില്ല. ഇവിടെ ഷീറ്റ് ഉണ്ടാകുന്നത് പച്ച ഷീറ്റ് ഉണ്ടാകുന്നത് ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് പോകും. ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോഴേ കുറേ സാധനങ്ങളൊക്കെ എന്താ ചെയ്യാച്ചാ കവർ പൊട്ടിച്ചിട്ട് പാക്കറ്റിൽ ഇടാനൊന്നും മറന്നു പോകും. രാവിലെ ജോലിക്ക് പോകണം, എൻ്റെ ചെക്കനെ നോക്കണം. പിന്നെ അമ്മ രാവിലെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകണം, എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ. അപ്പോൾ ഒക്കെപ്പാടെ ആകുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അവിടെ ഒതുക്കി വെക്കാനും പറ്റില്ല. അപ്പോൾ ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ തള്ളും. ഒന്ന് തള്ളി ഇവിടെ നടന്നു. അപ്പം ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. എല്ലാം അവിടെ നിറഞ്ഞു. പിന്നെ അമ്മയുടെ ഒരു വീക്ക്നെസ്സാണ് ഈ എന്താ പറയുക, മാങ്ങ, മുളക് എന്ത് കിട്ടിയാലും. മുളക് കിട്ടിക്കഴിഞ്ഞാൽ മോര് വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കാണിച്ചു തരാം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. അതേപോലെ ഉണക്കി ഇങ്ങനെ വെക്കും. കഴിക്കൊന്നുമില്ല, ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. അവസാനം ചാക്ക് കണക്കാവുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കും. വല്ല നിധി കാക്കുന്ന പോലെ ഈ സാധനം ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ വിചാരിക്കും അമ്മ ശ്രദ്ധിക്കണില്ല. നമ്മളിത് അമ്മ കാണാതെ എടുത്തിട്ട് മെല്ലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം മുഴുവൻ പറയും ആ സാധനം പോയി, അത് കാണാനില്ല, ഇന്ന സാധനം കാണാനില്ല. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഒരു മാങ്ങാക്കാലാണോ ഇതേപോലെ കണ്ണിമാങ്ങ. ആദ്യം ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് നിറയെ കണ്ണിമാങ്ങ കിട്ടിയിരുന്നു. അപ്പം അമ്മ ഇതെല്ലാം കൂടി ഉണക്കി വലിയൊരു ചാക്ക് നിറച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. ആരും ഉണക്കിയത് അങ്ങനെ കഴിക്കൊന്നുമില്ല. മാങ്ങയാണ് കേട്ടോ, കണ്ണിമാങ്ങയല്ല മാങ്ങ. കണ്ടോ, മാങ്ങ അതിന് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. കഴിക്കൊന്നുമില്ല, അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ എന്തൊക്കെ ഉണങ്ങിയിരിക്കും. അതിങ്ങനെ ഉണങ്ങി കുറേ നാളായപ്പോൾ അതിനൊക്കെ മാറാനാണ്. ഒരു ദിവസം ഞാൻ അതേപോലെ ഒതുക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ നേരെ ഒതുക്കും ദിവസങ്ങളിൽ ഒഴിവ് പോലെ. അപ്പം അതിൽ നിറച്ച് മാറാലോ കേട്ടോ. അപ്പം ഞങ്ങളിത് കളയാൻ കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു
അതോ ഇത് കളയരുത്, ഇതിക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ആവശ്യമുണ്ട് പറഞ്ഞു കേട്ടോ. ആയിട്ട് ഞങ്ങളത് കളയാതെ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താ കടലേ മറന്നു കൊണ്ടുവച്ചാണ്. കടലതേ പൂരത്തിന് പോയിട്ട് പൂരപ്പറമ്പിൽ പോയിട്ട് അമ്മ ഇവിടെ കാണുന്നില്ലേ കടല വാങ്ങിയിട്ട് കൊടുന്ന് വെച്ചു മറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അത് കളയരുത് പറഞ്ഞു കേട്ടോ. കളയരുത് പറഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് വെച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം എന്താ വെച്ചാൽ സ്ഥലം തികയില്ലേ. നമ്മൾ വാടക വീട്ടിലാണെങ്കിലും നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ അധികം സ്പേസ് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ നിറഞ്ഞ് പിന്നെ കൺജസ്റ്റഡ് ആവുകയാണേ, സാധനങ്ങളിങ്ങനെ കൂടി വരിക. അതേപോലെ തന്നെ ഉള്ള സ്പേസിൽ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരിക. അപ്പം നമ്മളിത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇത് ഒഴിവാക്കണം പറഞ്ഞപ്പോഴാണ് ഒഴിവാക്കാൻ സമ്മതിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്തു, എൻ്റെ ഡെലിവറിക്ക് പോണ സമയത്ത്, അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഡെലിവറിക്ക് പോണ സമയത്ത് എന്ത് ചെയ്യാം, അത് കൂട്ടാ കഴുകിത്തരാം, അമ്മ കഴുകിത്തരാം. അമ്മ കൊണ്ടുപോവാ, പിന്നെ കഴുകിട്ട് തരാം, പൈപ്പിൽ കഴുകി തരാം. വായോ വീഴോ വീഴ അങ്ങനെ വായിലൊക്കെ. അപ്പൊ ഞാൻ പറയാൻ വന്നേ അതൊരു സ്പൂൺ എടുത്തതില്ലേ, ഞാൻ പറയാൻ വന്നത് അങ്ങനെ ഡെലിവറിക്ക് പോകുമ്പോൾ അമ്മ അറിയാതെ നമുക്ക് കളയാം എന്ന് ഞാൻ പപ്പ ഏട്ടൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഡെലിവറിക്ക് ആകുമ്പോൾ അമ്മ അവിടെ ഇങ്ങനെ നോക്കാതിരിക്കണ നേരത്തെ അമ്മ ഇതൊന്നും ഓർക്കില്ല, കുട്ടീനെക്കാട്ടി ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്കിത് കളയാം എന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ പിന്നെ 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 ഏട്ടൻ എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, സിസേറിയനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ അവിടെ ഇരിക്കുമ്പം ഏട്ടൻ്റെ കൂടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ പപ്പ ഇവിടെ ഉണ്ടല്ലോ, പപ്പ അവിടെ ഞാൻ ഇവിടെ ഇരിക്കാം, ഈ പോയിക്കോ ഈ ചെയ്യുമല്ലോ. പപ്പ പപ്പയ്ക്ക് ടെൻഷനായി, അമ്മ അലമ്പാവുമല്ലോ. അപ്പോൾ ഏട്ടനെ കൊണ്ട് ചെയ്യിച്ചാൽ അത്ര പ്രശ്നമില്ലോ എന്ന് ഓർത്തു. ആയിട്ട് എന്ത് ചെയ്തു, പപ്പ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാമെന്ന്. പിന്നെ ഏട്ടൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഈ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ആയിട്ട് പോരും, ഫുഡ് കൊണ്ടുപോരി, ഒന്ന് ഫ്രഷ് ആയിട്ട് പോരെന്നൊക്കെ പറഞ്ഞാൽ ഏട്ടനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിക്കളി, എന്താണ് അങ്ങനെ എന്താ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ എന്താ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു പന്തികേട് അമ്മയ്ക്ക് തോന്നിയിരിക്കുകയാണ്. അത് എന്നിട്ട് അമ്മ ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് സൂക്ഷ ഏട്ടൻ വീട്ടിൽ വന്നിട്ട് ഈ സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് കുറേ പൂപ്പന് പിടിച്ചിരിക്കുകയാണേ, കൊണ്ടുപോയിട്ട് എന്താ പറയുക ഇതിൽ എന്താണ് മെമ്മറി ലോസ്, പിന്നെ കോഴിക്കോടിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് പിന്നെ കുഴിച്ചിട്ടു കാണാതെ. എന്താ വെച്ചാൽ ഈ സാധനം വെളിച്ചെണ്ണ എന്തായാലും കണ്ടുപിടിക്കും, ആലോചിക്കണം. ഒരു ഉണക്കി അത്രയും പ്രോബ്ലമാണ് ഇവിടെ ഈ സംഭവം. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇട്ടു, കോഴിക്കോടിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ സിഗ്നൽ കാണിച്ചു, എന്തായി സെറ്റായോ എന്ന്. അങ്ങനെ ഞങ്ങൾ സിസേറിയനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം അമ്മ വന്ന് എന്നോട് ചോദിക്കുകയാണേ, എവിടെ ഞാനവിടെ വെച്ചിട്ട് കുറച്ച് മാങ്ങ കാണാനില്ലല്ലോ എന്ന്. അന്നത്തെ ദിവസം ഈ കുട്ടിയായിട്ട് വീട്ടിൽ വന്ന് കയറി ദിവസം എൻ്റെ അമ്മ ചോദിക്കുകയാണ്, ഞാനവിടെ വെച്ചിരുന്ന മാങ്ങ കാണാനില്ല എവിടെയെന്ന്. അപ്പം ഞാൻ എനിക്കറിയില്ല, ഞാൻ അവിടെ പ്രസവിച്ച് കിടക്കല്ലേ, എനിക്കെങ്ങനെ അറിയാം, ഞാനൊന്നും കണ്ടിട്ടില്ല പറഞ്ഞു. എനിക്കത് ദേഷ്യം വന്നു. അപ്പോൾ അത് പറഞ്ഞു, നീ പ്രസവിച്ച് കിടന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയില്ല, കച്ചറായി അമ്മ. അത് കഴിഞ്ഞ് പറയട്ടെ, ഞാൻ മോനെ നോക്കിയിട്ട് പോയും വരാം. അപ്പോൾ നമ്മൾ എവിടെയാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? അങ്ങനെ അമ്മ ഭയങ്കര കച്ചറ ഉണ്ടാക്കി, അമ്മയും ഞാനും തമ്മിൽ പൊരിഞ്ഞാടി. 2 കൊല്ലം മുന്നേ ഉണ്ടാക്കി പുളിച്ചിരി കുടിയെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാൽ കളയാനും തോന്നുന്നില്ല, കഴിക്കാനും തോന്നുന്നില്ല, അത് കളയണം. അപ്പം ഞാൻ പറയാൻ വന്നത്, അങ്ങനെ ഭയങ്കര കച്ചറുണ്ടായിരുന്നു. അപ്പം ഇന്നലെയും കൂടി അമ്മ എൻ്റെ ഉണങ്ങി വെച്ച മാങ്ങ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നറിയോ, അത് കൊണ്ടുപോയി കളഞ്ഞു, മനഃപൂർവ്വം ചെയ്തു എന്നാ പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടില്ലേ, മുറ്റത്ത് പാറി നടക്കുന്ന അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ആക്രികൾ പെറുക്കും, വേഗം സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ ഒളിപ്പിച്ച് വയ്ക്കും. നാളെ നോക്കുക ഇതിൻ്റെ അടിയിലൊക്കെ പുതിയ സാധനങ്ങൾ വന്ന് നിറയും. അങ്ങനെ കഥ ഉഷാറായി നടക്കുന്നു, പണികളിലൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇതിലിപ്പം നമ്മൾ ഇതൊന്നും കഴിക്കാത്തതാട്ടോ, പക്ഷെ ഇതൊന്നും കളയാൻ പറ്റില്ല, ഇതൊന്നും കളയാൻ പറ്റില്ല. ഇതിലൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ
പണ്ട് പണ്ടേ ഇതേപോലെ അമ്മ ഇങ്ങനെ നിറക്കിട്ടോ. ഞാൻ എൻ്റെ മാരേജിന് മുന്നേ മുളകും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല, ദിവസങ്ങളോളം ഇരിക്കണതല്ലേ, കഴിക്കാതെ. അങ്ങനെ മണം കേൾക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാ ഇതേപോലെ അമ്മ ആദ്യം പരലുകളിലാക്കിയിട്ട് നിറച്ച് വെച്ചിരിക്കുക. ഇതിപ്പോ അമ്മയുടെ കുറ്റം പറയൽ ഷോ അല്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോവാണ്. നിറച്ച് വെച്ചിരിക്കുക. ഞങ്ങൾ ആരും തൊടില്ല, വീട്ടിലത്തെ ഒരാളും ഇത് കഴിക്കില്ല. നിങ്ങളൊക്കെ വിചാരിക്കും അമ്മ എന്ത് വൃത്തിയിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വൃത്തി കുറവൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊക്കെ അടപ്പൊക്കെ തുറന്നിട്ടൊക്കെ വല്ല എലിക്കുഞ്ഞൊക്കെ ഇങ്ങോട്ട് കയറി കാണാനേ അറിയില്ല. ഇവിടെ പേടിയൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയാം. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കുറേ കഥകൾ. ഇപ്പം ഞാൻ ഈ കഥ പറയണത് ഇപ്പോൾ വേറെ ഫോണിൽ വെച്ച് ഫ്രണ്ട്സിനോടെങ്ങാണെങ്കിലേ അമ്മ ഉറപ്പായിട്ട് അപ്പം തന്നെ വന്ന് സംസാരിക്കും. അച്ചാറിടാൻ നേരത്തെ നോക്കുമ്പോൾ കായ കാണില്ല. അപ്പം ഞാൻ കായം വാങ്ങിച്ചിരുന്നു, കായ ഉണ്ടായിരുന്നു, വാങ്ങിയില്ല. നമ്മളെന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇല്ല വാങ്ങിയിട്ടില്ല, ഇവിടെ ഇല്ല എന്നൊക്കെ ഇതായിരിക്കണം. ഇങ്ങനെ ഒതുക്കുമ്പോഴാണ് ഓരോന്ന് കിട്ടുള്ളൂ. ഈ സ്റ്റാൻഡുകൾ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പരക്കുകയാണ്. അതുകൊണ്ട് സ്പേസ് കുറവ് കൺജസ്റ്റഡ് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു കുട്ടി സ്റ്റാൻഡ് ഇവിടെ തൽക്കാലത്തേക്ക് വാങ്ങിച്ചു വെച്ചത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള കവറുകളെല്ലാം ഈ ഡപ്പകളെല്ലാം ഇവിടെ നിരക്കാനും തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതോ എന്താ കാട്ടണേ? ഇതാണ്, ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ വയണയില എന്ന് പറയും. വയണയില നല്ല മണമാണ്. ഉണങ്ങുമ്പോൾ വലിയ മണമൊന്നും വീഴണില്ല. പക്ഷെ ഇതേ ഇല തന്നെയാണ് നമ്മൾ, എനിക്ക് ഒരു മണം വീഴുന്നുണ്ട് കേട്ടോ, ജലദോഷം ആയതുകൊണ്ടോന്ന് അറിയില്ല. ഇതേ ഇല തന്നെയാണ് അത്രയും മറ്റേ ഇതിലിടുന്നത്, മസാല ഇടില്ല. ഇതേപോലത്തെ ഇല തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായിരുന്നത് ഇതിലുണ്ട്. ഗരം മസാലയുടെ പൊടി കിട്ടില്ല, അതിൽ കണ്ടോ അതേ ഇല എന്താ മണുണ്ട്. പക്ഷെ ഇതിനെനിക്കങ്ങനെ മണം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് ഇത് അട ഉണ്ടാക്കാൻ, ഇതിൻ്റെ അകത്ത് അട ഉണ്ടാക്കി നല്ല ടേസ്റ്റ്. ഈ ഇലയുടെ ഒരു മണവും ആ അടയ്ക്കുണ്ടാവും. അപ്പോൾ ഒരു ആ മണമാണല്ലോ നമുക്ക് എന്തെങ്കിലും ടെംപ്ടേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ആ അട ഇങ്ങനെ കഴിക്കാൻ നമുക്ക് തോന്നും. ചായ മധുരം തിന്നണം, ചായക്കാരനാണ് ആൾക്കൂട്ട. അവനിപ്പോൾ അത് ആ പേഴ്സിൽ നിന്ന് മിഠായി എടുത്ത് കഴിച്ചിട്ടുള്ളൂ. അതാവുമ്പോൾ എടുത്ത് കഴിച്ചു അമ്മ. അപ്പതേ വാതില് തുറന്നു കിടക്കുകയായിരുന്നു. അമ്മ ഇവിടെ വന്നത് വർത്താനം പറയുന്നു. അതൊരു ചെങ്ങായി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു. 3-4 വട്ടം വിളിച്ചു. ഇവിടെ നിന്നാൽ ഞാൻ ഈ കഥ പറയണത് ഞാൻ കേട്ടു, അമ്മ കേട്ടില്ല. കുട്ടിയായിട്ട് നിന്ന് വർത്താനം പറയാം. ഓരൻ്റെ ഉമ്മറത്തേക്ക് കയറി വരുന്നു. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനെ ഏൽപ്പിച്ചാണ് അവിടെ ആളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും ശ്രദ്ധിക്കണം. നമ്മൾ ഉമ്മറവാതിലൊക്കെ തുറന്നിട്ട് കാലം പഴയ കാലം ഒന്നുമില്ല. പഴയ കാലം പ്രശ്നം, ഈ കാലം പ്രശ്നം തന്നെ. കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ഓടി അങ്ങോട്ട് പോവുള്ളൂ. അയ്യോ, അതിൻ്റെ ഇടയിൽ മനസ്സമാധാനം അങ്ങോട്ട് പോയി. ആ ചെക്കൻ വന്ന് കൊണ്ടുപോയി മനസ്സമാധാനം എല്ലാം കേൾക്കാണ്ടോ. ഇതൊക്കെ നോക്കാം, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആട്ട. അതിൽ കരി മാത്രം മതി, ആട്ട വേണ്ട. അപ്പോൾ ആട്ട ഇങ്ങോട്ട് കൊണ്ടുവരും. കുറേ ഒതുക്കാണ്ട് ഇപ്പം ഭ്രാന്താവുന്നു. കാരണം ഇതൊക്കെ ഒന്നും ഒഴിവാക്കാനും പറ്റില്ല. ഇതൊക്കെ എടുത്ത് ഏരിയ മാറ്റി വെച്ചാലും ഇഷ്ടമല്ല. ഇതൊക്കെ സ്ഥലം മാറ്റി വെച്ച വിഷയമാണ്. കുറച്ച് താഴത്ത് കൊണ്ട് വെച്ചോക്കട്ടെ. അയ്യമ്പടാ കഴിഞ്ഞു, കുറച്ചായിട്ടുള്ളൂ. ഇനിയും ഒതുക്കാണ്ട്. ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏട്ടൻ പുറത്ത് പോയിട്ട്, അപ്പം ഞാൻ ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോവാണ്. എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് ഭയങ്കര ക്ഷീണം. അല്ലെങ്കിൽ കണ്ടോ പറഞ്ഞുതരാം. എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ. എൻ്റെ അടിയിലുണ്ടാകുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി. ഞാൻ ഇവിടെ ഒന്നും കൂടി ഒതുക്കാണ്ട്. ഇവിടെയൊക്കെ ഏകദേശം ശരി. ഇനി ഒന്ന് അടുക്കി വെക്കാനുള്ളൂ. ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി.
ആവിൻ്റെ അപ്പം ഒരു അടുക്കളയുടെ കോലം. ഞാൻ പെട്ടെന്ന് റെഡിയാകാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രസ്സൊക്കെ ഒന്ന് മുടിന്ന് കെട്ടി കഴിഞ്ഞാൽ സെറ്റായി. ഞങ്ങൾ പുറത്ത് പോവാണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. വിശന്ന് തളർന്നു കിട്ടോ. എന്താ അറിയോ, രാവിലെ പണിത്തിരക്കിൽ ചോറ് കഴിക്കാൻ വിട്ടുപോയി എന്ന് മാത്രമല്ല, കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പണികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എനിക്കിന് കുറച്ച് ചോറല്ലേ ഉള്ളൂ. അപ്പം മോന് അവരൊക്കെ കഴിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം ചോറുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് ആ ചോറ് എടുത്തിക്കാറില്ല, നമ്മൾ വൈകിട്ട് വേറെ വെക്കാറാണ്. അപ്പം എനിക്കത് ഭയങ്കര വിശപ്പ്. പണി ഓവറായതുകൊണ്ടാണോ അതോ എടുക്കാത്ത പണി എടുത്തോണ്ടാണോ എന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ, 5 മണിയായി. വയറ്റിൽ ഗ്യാസ് വരാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ വരുന്നത്. ചോറ് വെച്ചിട്ടിനി ചോറ് 1 മണിക്കൂർ മതി. ഞങ്ങളിപ്പം ഈ പുറത്തിറങ്ങിയ സമയം മതി ചോറ് വെച്ചിട്ട് കഴിക്കാം. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അപ്പോൾ വിശന്ന് വായിങ്ങനെ പത വരാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റിക്ക്, ഒരു കൊതിക്ക് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, റംസാൻ പ്രമാണിച്ച് ബിരിയാണി കടകളെല്ലാം അടവാണ്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടു. അപ്പം ഇവിടെ ഒരു കടയുണ്ട്, കുഞ്ഞിക്കാൻ്റെ ചായക്കട, കുഞ്ഞിക്കാൻ്റെ കറികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവും, 24 hours ഉണ്ടോ എനിക്കറിയില്ല. രാത്രി 12 മണിക്ക് വന്നാലും ഇവിടെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കഴിച്ചാലോ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പാഴ്സൽ വാങ്ങിയ മോനും കൂടി കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പാഴ്സൽ വാങ്ങുകയും വിശന്നിരിക്കട്ടോ. എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്യണു. അപ്പോൾ ഏട്ടൻ വേഗം പാഴ്സൽ വാങ്ങാൻ വേണ്ടി പോയതാണേ. അപ്പോൾ ഏട്ടനോട് പറയണേ ഞാൻ കാപ്പി പിടിച്ചിട്ട് വരാമെന്ന്. എനിക്ക് വിശന്നിട്ട് വയ്യാമോ, ഗ്യാസ് വന്നിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ച് ഞാൻ അങ്ങനെ വാളയ്ക്കും, കുഴഞ്ഞു. ഏട്ടൻ ചായയുടെ കൂടെ എന്തോ കടി വാങ്ങിച്ചിട്ട് എനിക്ക് പീസ് തന്നിരിക്കാം. എന്താണത്? ഏലാഞ്ചിയോ എന്ന് പറഞ്ഞാൽ മധുരം ഉപ്പൊന്നുമില്ലാതെ കാണാം. ഏലാഞ്ചി ഏട്ടൻ ഇവിടുന്ന് കഴിക്കും, ഞാൻ ഇവിടുന്ന് കഴിക്കാം. അകത്ത് തേങ്ങയും എന്തൊക്കെ വെച്ചിട്ടുള്ള ഒരു ആശ്വാസം.